ഇതെന്തൊട്ട് മരാന്നൊന്നും അറിയില്ല കേട്ടാ. അങ്ങനെതാ നമ്മള് പൂമല ഡാമിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഡാമിന്റെ എൻട്രി കഴിഞ്ഞ് നമ്മള് ഇങ്ങോട്ട് വന്നു കേട്ടാ. നല്ല കോടയുണ്ട് ഈ സമയത്ത് നമ്മൾ വന്ന കാരണം. നല്ല രീതിക്ക് കോടയുണ്ട് കേട്ടാ. എന്റെ അമ്മോ, ഈ സമയത്ത് വന്ന സമയത്ത് ഇനി എല്ലാം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സീനൊന്നും ഇല്ല കേട്ടാ. നല്ല ഒരു തണുപ്പും മഴ കാരണേ. ഇവിടെ കണ്ടോ എന്റെ അമ്മേ, സീനില്ലേ. നല്ല രസമുണ്ട് കാണാൻ. അവിടെ എന്തോ ഒരു വെള്ളം പോലെ കണ്ടാ. ആഹാ, അതിൽ കൂടെ ഇറങ്ങാൻ പറ്റിയായിരിക്കും. ഞാൻ നോക്കട്ടെ, പറ്റാനെ കാണിക്കാം. മഴയാണ് കേട്ടാ. പൂര പപ്പയും അമ്മയും നടക്കുന്നുണ്ട്. പിന്നെ പണ്ട് ഇവിടെ അമ്മയും ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ആ ചേട്ടനെ പരിചയമുണ്ട്. അപ്പൊ പുള്ളിക്കാരനായിട്ട് സംസാരിക്കുകയാണ്. അവര് ഇച്ചിരി ദൂരെയാണ് കേട്ടോ. കണ്ട നല്ല തണുപ്പും നല്ല തണുക്കുന്നുണ്ട്. എനിക്ക് വിറയ്ക്കുന്നുണ്ട് ചെറുതായിട്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ നമുക്ക്? ചേട്ടൻ ഇന്ന് വരാറുണ്ടോ ഇവിടെ? ആ, ഈ ചേട്ടനെ പണ്ട് അമ്മയും അതുപോലെ ചേച്ചിയും വന്ന സമയത്തുള്ള പരിചയം കേട്ടാ. ഇപ്പൊ ഞങ്ങളും പരിചയപ്പെട്ടു. ആ, പക്ഷെ നമ്പറൊക്കെ പോയി. ചേട്ടൻ നടക്കാൻ ഇവിടെ വരാറുണ്ടല്ലേ? വീടായി. ആ, ഇവിടെ നമുക്ക് ഇത്ര തന്നെയല്ലേ കാണാൻ വരുന്നുള്ളൂ. ഈ ഭാഗവും പിന്നെ അവിടെ വരെയല്ലേ ഉള്ളൂ ഡാം. ആ, ലാസ്റ്റ് വരെ. ഇപ്പൊ ഈ മഴ കാരണം ആൾക്കാർ കുറവില്ലേ? കുറച്ച് നേരത്തെ വരല്ലേ? ആ, ഈ ചേട്ടനാണ് നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഏതിക്കടൊക്കെ പോവാന്ന് കാണിച്ചു തരണേ കേട്ടാ. ആ, അതിൽ കൂടെ ഇറങ്ങാൻ പറ്റൂല്ലേ? ആ, ഇത് കാണുന്നുണ്ടോ? വെള്ളം ഇങ്ങനെ സ്റ്റെപ്പ് പോലെ കൂടെ വന്ന ചേട്ടന്റെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കാണിച്ചു തരാണ്. ഹായ് പറഞ്ഞോ. ഇതാണ് നമ്മൾ ഇറങ്ങണ ഭാഗത്താ. ഞാനൊന്ന് ഇറങ്ങട്ടെ ആദ്യം. ആ, അമ്മ ഇറങ്ങി. ഇത്രയും നമുക്ക് വേണ്ടി ആ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൊടാ ദേ ഇവിടെ കാണണ്ട നിങ്ങള്. ദേ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാണണ്ടോ? ദേ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇല്ലമ്മ, വെട്ടം കുറവാണ് കേട്ടോ. നമ്മള് വരാൻ വൈകിയത് കൊണ്ടേ. നല്ല മഴയാണ്, നല്ല തണുക്കുന്നുണ്ട് എനിക്ക്. ഈ കല്ലുമല കൂട്ടാല്ലേ? ആണോ? മതിയോ? അയ്യോ, കലങ്ങിയ വെള്ള. എന്തിന് നടക്ക ഞാൻ കിടക്കട്ടെ ആദ്യം. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മളവിടെ നേരത്തെ ഒന്ന് കാണിച്ചു തന്നില്ലായിരുന്നോ? ആ സ്ഥലമാണിത്. കൊള്ളാല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ, നോക്കിട്ടാ വന്നത്. ആ, ഇവിടെ ഇപ്പൊ വാച്ച്മാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? 5 മണിക്ക്. അപ്പൊ അവിടെ നിന്നാണ് നമ്മളിങ്ങടെ ഇറങ്ങി വന്നത്. പപ്പ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ, അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണ് കേട്ടാ. നമ്മൾ ഇതിൽ കൂടെയാണ് വന്നത്. നല്ലതാണ്. മഴ കാരണമാണ് ഒരു ബുദ്ധിമുട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലമ്മ, കാണാനൊക്കെ അടിപൊളിയാണ്. നമ്മൾ മെല്ലെ ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുക. വാ, നമുക്ക് മെല്ലെ ഇറങ്ങാം. എന്താ അവിടെ കാണാൻ നല്ല വെള്ളിന്റെ വെള്ളം. നല്ല മഴയാണ് കേട്ടാ. എനിക്ക് തണുക്കണുണ്ട്. അമ്മ, ഇത് ചെടിയാണോ അല്ലെങ്കിൽ പാറയുടെ കളറാണോ? കല്ലിന്റെ കളറല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ ഒഴുക്ക് കണ്ടാ ഗൈസ് നിങ്ങള്? ഒഴുക്ക് കണ്ട.
അമ്മ എന്നെ മുറുക്കി പിടിച്ചേക്ക. എന്തൊരു ഭംഗിയുള്ള ക്ലൈമറ്റ് അല്ലേ. ഇത്ര മഴയായിട്ടും ഭയങ്കര വൈബായിട്ടിരിക്കണല്ലേ അമ്മേ. ഇവിടെ എനിക്ക് പാറകളൊക്കെ കാണാട്ടാ. മഴ കാരണം എനിക്ക് നല്ല തണുക്കുന്നുണ്ട്. അതൊഴിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര രസമുണ്ട് കാണാൻ. ആ സ്റ്റെപ്സും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പപ്പയും ആ ചേട്ടനും ഭയങ്കര കമ്പനിയായി. രണ്ടുപേരും ഭയങ്കരമായിട്ട് വർത്താനം പറയുന്നുണ്ട്. ഞാനും അമ്മ ഇവിടെ പുറകെ കൂടെ. അതെ, എനിക്ക് തണുത്തിട്ട് രക്ഷയില്ല. മഴ കാരണേ കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ട്. ആ ഐസും കട്ടയുടെ തണുപ്പ്. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് മെല്ലെ കേറട്ടെ. ഞാൻ പൂമല ഡാമിൽ ആദ്യം അമ്മയും ചേച്ചിയും പണ്ട് വന്നിട്ടുണ്ട് അല്ലമ്മ. ഞങ്ങള് കഴിഞ്ഞ വർഷം അപ്പൊ ഞാൻ എവിടെയായിരുന്നു നിങ്ങൾ വന്ന സമയത്ത്? കോട്ടയത്തായിരുന്നു. ആ, ഞാൻ ഹോസ്റ്റലായിരുന്ന സമയത്തായിരിക്കും. എന്നോട് പറഞ്ഞില്ല കേട്ടോ രണ്ടു. ഞാനിപ്പോൾ അറിയണേ. ഞങ്ങള് വരാൻ വൈകി ഗൈസ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അറിയണേ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളൊക്കെ വരുമ്പോ രാവിലെ ആ ഒരു സമയങ്ങളിൽ വരിക. ഓക്കെ. അതെ, ഇനി സ്റ്റെപ്പ് കയറി മുകളിലെത്തണം. ഈ സ്റ്റെപ്പ് കയറുക എന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നോക്കി വെക്കണം. വിചാരിച്ച പോലെ സ്റ്റെപ്പുകൾക്ക് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട് അല്ലേ? കാണുമ്പോ നമ്മള് വിചാരിക്കും ചെറിയ ചെറിയ സ്റ്റെപ്സ്. ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. അപ്പുറം ഇപ്പുറം അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു വിടവ് കാണേണ്ടത്. ഇവര് രണ്ടുപേരും ഭയങ്കര സെറ്റായിട്ടാ. അമ്മ ഇത് പിടിച്ചേക്കോടാ. ഇതെന്തിട്ട് മരമ്മേ? ഇതെന്ത് മരാന്ന് അറിയത്തില്ല. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ മരം ഇഷ്ടപ്പെട്ടു. നല്ല ഷേപ്പത്തെ പൂക്കളാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഇതെന്തോ ഒരു പൂവാ. മരം നോട്ടെ. മുകളിൽ കാണിച്ചു കൊടുക്കും. ആ ആദ്യം കണ്ടോ കാണിച്ച. ഇതിനെ കാണിക്കും. ഇതിനെ ഞാൻ പിടിച്ചോളാം ശീത. ഇതെന്തോട്ട് മരാന്നൊന്നും അറിയില്ല കേട്ടാ. ഇതാണ് നമ്മുടെ മരം വരുന്നത്. ഇതെന്ത് പൂവാന്നറിയുന്നവർ കമന്റ് ബിലോ. ഇത് എരിക്കിന്റെ ഇല. ഏത്? ഇത് എരിക്കിന്റെ ഇല. ഈ എരിക്കിന്റെ ഇല കൊണ്ട് എന്താ ഉപകാരം? അത് നമുക്ക് ആയുർവേദം വരുന്നല്ലേ. അത് നമുക്കൊക്കെ പറ്റുമെന്ന് അറിയത്തില്ല. പയറിന്റെ പൂവ് പണ്ട് ഞാനൊക്കെ കുഞ്ഞാർന്നപ്പോ സ്കൂളിൽ പഠിക്കുമ്പോ കാട്ടുപയറിന്റെ പൂവാണത്. ആ സ്കൂളിൽ പഠിക്കുമ്പോ ഈ സാധനമൊക്കെ പറിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഇത് പൊട്ടിച്ചിട്ട് നമ്മള് ഇതിന്റെ ഉള്ളിന്ന് ഇത് ഈ ഞെട്ടച്ചിട്ട് തേൻ കുടിക്കും. അപ്പൊ അങ്ങനെ കിട്ടും തേൻ. ഇവർ രണ്ടുപേരും കൊറേ വർത്താനം പറയുന്നുണ്ട്. കൊറേ നേരമായി. ഇവര് തമ്മിൽ പണ്ടേ സുഹൃത്തുക്കളാണോന്ന് എനിക്കൊരു സംശയമില്ല. അതില്ല. ഇവര് ആദ്യമായിട്ടോട്ടെ കാണണേ. അമ്മയും ചേച്ചീനെയാണ് ഈ ചേട്ടൻ പണ്ട് കണ്ടേക്കണേ. ഞാൻ പിന്നെ ആദ്യമായിട്ടാ. മറ്റത്തെ 2 ഷട്ടറായിട്ടാ തുറന്നിരിക്കണേ. നാളേക്ക് ഈ 2 ഷട്ടറും കൂടെ തുറക്കുമെന്നാണ് ഇവിടുത്തെ ഈ ചേട്ടൻ പറഞ്ഞത്. ഇതിപ്പോ എത്ര സെന്റിമീറ്റർ തുറന്നു പറഞ്ഞേ? ഓരോ സെന്റിമീറ്റർ തുറന്നിട്ടുള്ളൂ. അപ്പം ഇതാണ് വെള്ളം തുറന്നു വിടുന്ന പൂമല ഡാമിലെ സ്ഥലം. ഷട്ടർ. ഇതാണ് ആ ഷട്ടർ തുറക്കണതിന്റെ ഓപ്പോസിറ്റ് ഭാഗം. നിറച്ച് തെങ്ങൊക്കെ ആയിട്ട് കണ്ട. എനിക്ക് ഈ കാട് കാണാൻ ഭയങ്കര ഇഷ്ടാട്ടാ. വെള്ളത്തില് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചെടിക്കുള്ള പേരുണ്ടമ്മേ? ഇത് ആമ്പലിന്റെ ചെടിയാന്നാണ് ചേട്ടാ പറയുന്നത് കേട്ടാ. ആ വെള്ളപ്പൂ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? വെള്ളപ്പൂച്ചെടി. പൂവപ്പൊ ഏത് സമയത്തൊക്കെ ഉണ്ടാവും ഇതിനകത്ത്? ചാനലിന്റെ നെയിം ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഫോൺ ഉണ്ടാ? ഇപ്പൊ മഴ കുറഞ്ഞപ്പോ അത്യാവശ്യം സെറ്റായിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടാ. അപ്പുറത്തുനിന്ന് ഇപ്പോഴും ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. അവിടെ ദൂരേന്ന് ആൾക്കാരെ കാണാം. എനിക്ക് എപ്പോഴും ആൾക്കാർ ഇച്ചിരി കുറവുള്ളത് ഇഷ്ടം. അപ്പൊ വീഡിയോ എടുക്കാനൊക്കെ കുറച്ചും കൂടെ എനിക്ക് മടിയാത്. കാരണം ആൾക്കാരില്ലാത്താവുമ്പോ എനിക്ക് ഇഷ്ടം കുറച്ചും കൂടെ. ആണോ?
45 ഈ കുന്ന് കാണാൻ എന്ത് രസല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ സമയങ്ങളിലൊക്കെ വരിക. അപ്പോൾ ബോട്ടിങ്ങിനകത്തൊക്കെ കയറാൻ പറ്റും. നഷ്ടമായി പോയി പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു വ്യൂ പോയിന്റ് പോലെ ഉണ്ടെന്ന്. അത് കാരണം ഞാനിങ്ങോട്ട് പോന്നതാ. നമുക്ക് നോക്കാം എവിടെയാണ് ആ വ്യൂ പോയിന്റ് എന്ന്. ഇതാണ് നമ്മുടെ അമ്മയുടെ വ്യൂ പോയിന്റ്. ഇതാണ് നമ്മുടെ ഭാഗം. ഇതിങ്ങോട്ട് അങ്ങോട്ട് ഫുള്ള് കാടാട്ടാ. മുകളിലേക്ക് കണ്ടോ, താഴോട്ട് നോക്കിയാലേ നല്ല കാഴ്ചയാണ്. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോ മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ ഗൈസ്. ഇവിടെ അടുത്ത് തന്നെ മിനി ഊട്ടി അതുപോലെ തന്നെ പൂമലയിലത്തെ തന്നെ ഒരു പാർക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പറ്റുകയാണെങ്കിൽ വേറൊരു ദിവസം എടുക്കാം. ഇപ്പം ഇരുട്ടായി, അത് കാരണം ഞങ്ങൾ തിരിച്ചു പോവാണ്. പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.